നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് രംഗം സജീവം. സ്ഥാനാർത്ഥികൾ പര്യടന രംഗത്ത്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സ്ഥാനാർത്ഥികൾക്ക് അനുഗ്രഹവുമായി നാദാപുരത്തിന്റെ സ്വന്തം CV. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള വാർത്തകളാണ്. കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിൽ ഇപ്രാവശ്യം ത്രികോണ മത്സരമാണ് നടക്കുന്നത്. LDF-നും BJP-ക്കും പുറമെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തുള്ളത്. UDF-ന് രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞ വാർഡിൽ റവല്യൂഷണറി സ്ഥാനാർത്ഥിയുടെ വരവ് രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് UDF. കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലാണ് ഈ പ്രാവശ്യം ത്രികോണ മത്സരം നടക്കുന്നത്. UDF പിന്തുണയോടെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി രാജീവൻ അറോട്ടിയും CPM-ലെ തെക്കയിൽ പ്രസീദും BJP-യുടെ EP അശോകനുമാണ് മത്സരരംഗത്തുള്ളത്. UDF-ന് പൊതുവെ സ്വാധീനം കുറഞ്ഞ ഈ വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ആയിരുന്നു 2ാം സ്ഥാനത്ത്. റവല്യൂഷണറി സ്ഥാനാർത്ഥിയുടെ വരവോടുകൂടി CPM വോട്ടുകൾ ഭിന്നിപ്പിക്കാമെന്നും രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നുമുള്ള കണക്കുകൂട്ടലിലാണ് UDF കേന്ദ്രങ്ങൾ. കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇവിടെയുള്ള പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് UDF-ന്റെ നേതൃത്വം സ്വതന്ത്ര നിലയിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ തന്നിരിക്കുകയാണ്. ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് 45 കൊല്ലത്തിലേറെ കാലമായി CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു കുത്തക എന്നുള്ള നിലയിൽ നടന്നു വരുന്ന ഒരു ഭരണ സംവിധാനങ്ങൾ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ വളരെയേറെ പിന്നിലാണ് എന്ന തിരിച്ചറിവ് ഇന്നലെ വരെ CPM-ന്റെ ഒരു പ്രവർത്തകനായിരുന്ന ഞാൻ ആ പ്രസ്ഥാനത്തിൻ്റെ കുത്തഴിഞ്ഞ പോക്കും ആശയം പറയുകയും ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നേതൃത്വവും ആണുള്ളതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നേതൃത്വമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശങ്ങളിൽ ഒട്ടാകേണ്ടായിട്ടുള്ള ഒരു പുതിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രദേശത്ത് ഞാൻ രംഗത്ത് വന്നിട്ടുള്ളത്. പുറമേരി പഞ്ചായത്തിലെ 8ാം വാർഡിൽ CPM-ന് വിമത സ്ഥാനാർത്ഥി തലവേദനയാകുന്നു. CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ CPM അനുഭാവിയായ CM അനിലയാണ് മത്സരരംഗത്തുള്ളത്. പ്രദേശത്തുള്ള അവഗണനയാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വഴിവെച്ചതെന്ന് അനില സ്റ്റാർ വിഷൻ വാർത്തകളോട് പറഞ്ഞു. പുറമേരി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ നടേമൽ പീടിക മലയാടി പുയിൽ ഭാഗത്ത് CPM-ന് വിമത സ്ഥാനാർത്ഥി തലവേദന ഉണ്ടാക്കുന്നു. പ്രദേശത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഇതുവരെ ഭരിച്ച ഇടതുമുന്നണി പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് ഒരു കൂട്ടം CPM അനുഭാവികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. CPM അനുഭാവിയായിരുന്ന CM അനിലയാണ് ഇവിടെ CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത്. ഒന്നാമത് ഈ റോഡിന്റെ പ്രശ്നം തന്നെ. പിന്നെ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പിന്നെ ഭരിച്ച് തന്നെ ഈ റോഡ് ഇതുവരെ ഇങ്ങനെ അവസ്ഥ തന്നെയാണുള്ളത്. ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്നത് ഒന്നാമത് ഈ റോഡിന്റെ പ്രശ്നം തന്നെ. പിന്നെ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പിന്നെ ഭരിച്ച് തന്നെ ഈ റോഡ് ഇതുവരെ ഇങ്ങനെ അവസ്ഥ തന്നെയാണുള്ളത്. നാദാപുരത്തിനടുത്ത ഈയങ്കോട് ലീഗ് SDPI സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ സംഘർഷത്തിലാണ് ഒരു ലീഗ് പ്രവർത്തകനും ഒരു SDPI പ്രവർത്തകനും പരിക്കേറ്റത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ SDPI മത്സരിക്കുന്ന 4 സീറ്റുകളിൽ പ്രധാനപ്പെട്ട വാർഡാണ് ഈയങ്കോട്. ലീഗിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ഈ സീറ്റിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. വാണിമേൽ പഞ്ചായത്തിൽ കോൺഗ്രസും ജനകീയ മുന്നണിയുമായി തെരഞ്ഞെടുപ്പ് ധാരണയിലെത്തിയതായി സൂചന. 16ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ജനകീയ മുന്നണി സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പിന്തുണ നൽകുകയായിരുന്നു. കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റെല്ലാ സീറ്റുകളിലും ജനകീയ മുന്നണി കോൺഗ്രസിനെ പിന്തുണക്കും. നാദാപുരം വിലങ്ങാട് റൂട്ടിൽ തെരുവമ്പറമ്പിലെ റോഡ് പണി പൂർത്തിയാകാത്തത് ദുരിതമാവുകയാണ്. കലുങ്ക് നിർമ്മാണത്തിൽ തുടങ്ങിയ റോഡ് പണി റോഡിനെ ചളിക്കുളമാക്കി മാറ്റിയിരിക്കുകയാണ്. മഴ പെയ്താൽ ഇതിലൂടെയുള്ള യാത്ര ബൈക്ക് യാത്രക്കാർക്ക് പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. കല്ലാച്ചി വിലങ്ങാട് റോഡിലെ തെരുവമ്പറമ്പിൽ റോഡ് പണി പൂർത്തിയാകാത്തത് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. കനത്ത മഴയെ തുടർന്ന് വെള്ളം കെട്ടിനിന്ന് അപകടമുണ്ടാവുന്നത് ഒഴിവാക്കാനാണ് റോഡിൽ കലുങ്ക് നിർമ്മിച്ച് റോഡിന്റെ നില ഉയർത്തിയത്. ഇപ്പോൾ മഴ പെയ്താൽ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. നാദാപുരം പഞ്ചായത്ത് പ്രവാസി ഫെഡറേഷൻ മെമ്പർഷിപ്പ് കാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി ബഷീർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. രജീന്ദ്രൻ കപ്പള്ളി കാർഡുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ PK നാണു അധ്യക്ഷനായിരുന്നു. കരിമ്പിൽ അശോകൻ സ്വാഗതം പറഞ്ഞു. KC കണ്ണൻ, അഡ്വക്കേറ്റ് P വസന്തം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേളപ്പൻ നന്ദി പറഞ്ഞു. പ്രവാസി ഫെഡറേഷനിൽ അംഗമായി കഴിഞ്ഞാൽ അത് അവരുടെ
ദൈനംദിന ജീവിതത്തിൽ പോലും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹാരം കാണുമെന്ന് സംസ്ഥാന കമ്മിറ്റി പ്രശ്നമായി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇത് ക്ഷേമനിധിയുടെ കാര്യം മാത്രമോ അല്ലെങ്കിൽ നോർക്കയുടെ കാര്യങ്ങൾ മാത്രമോ അല്ലാതെ അവർക്കുണ്ടാവുന്ന മറ്റ് വില്ലേജ് ഓഫീസിലെ പ്രശ്നങ്ങൾ, പഞ്ചായത്ത് ഓഫീസിലെ പ്രശ്നങ്ങൾ, അതുപോലെ ഉണ്ടാകുന്ന ദൈനംദിന പ്രശ്നങ്ങൾ ഇടപെട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ നേതൃത്വം നൽകണം. അതിന് മണ്ഡലം കമ്മിറ്റി നേതാക്കന്മാർ സജീവമായിരിക്കണം എന്ന് കർശനമായിട്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. കുന്നുമ്മൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് തുടക്കമായി. 8-ാം തീയതി ആരംഭിച്ച പരിപാടികൾ 17-നാണ് അവസാനിക്കുന്നത്. ഞായറാഴ്ച നടന്ന പരിപാടിയിൽ കൈരളി ചാനലിലെ മാമ്പഴം റിയാലിറ്റി ഷോ വിജയി അനുനന്ദ വിശിഷ്ടാതിഥിയായിരുന്നു. കുന്നുമ്മൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒക്ടോബർ 8-ന് ആരംഭിച്ച പരിപാടി 17-ാം തീയതിയാണ് സമാപിക്കുന്നത്. ഞായറാഴ്ച കുട്ടികൾക്കായി പ്രത്യേക മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ശ്രീ എം വിജയൻ മാസ്റ്റർ നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് പി മുരളീധരൻ അധ്യക്ഷനായിരുന്നു. കൈരളി ചാനലിലെ മാമ്പഴം പരിപാടിയിലെ വിജയ് അനുനന്ദക്ക് പരിപാടിയിൽ വെച്ച് സ്വീകരണം നൽകി. അനുനന്ദക്കുള്ള ഉപഹാര സമർപ്പണം ശ്രീ VKK അടിയോടി നിർവഹിച്ചു. നമുക്ക് ഉപയോഗപ്പെടുത്താൻ വരും വർഷങ്ങളിലേക്ക് സാധിക്കണം. സമയം കുറവുകൊണ്ടും ഈ ദിവസവുമായിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ കാലത്ത് കുന്നുമ്മലമ്മയുടെ ഭാരതത്തിലെ ആകമാനം ദുർഗാപൂജ നടത്തിവരുന്ന സമയമാണ്. അജ്ഞാന അന്ധകാലത്തിൽ നിന്നും വിദ്യയുടെ സംഘടനത്തിലേക്ക് ഒരു ജനതയെ നയിച്ചതിൻ്റെ വിജയാഹ്ലാദമായിട്ടാണ് നമ്മളെല്ലാവരും ഈ ദുർഗാ പൂജയും അതിനുശേഷമുള്ള വിജയലക്ഷ്മിയെയും ആഘോഷിച്ചത്. കൊച്ചുകുട്ടികൾക്ക് അറിയാൻ കഥയിലേക്ക് കടക്കുന്നത് കാരണം എൻ്റെ സമയം പരിമിതമാണ്. മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടി ദേവന്മാർക്ക് പോലും സാധിക്കാതെ ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ ആസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാവിഷ്ണുവിന്റെ വരം കൊണ്ട് മാത്രമാണ് നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ ദീർഘകാലം വൈസ് പ്രസിഡന്റായിരുന്ന CV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഇത്തവണ മത്സര രംഗത്തില്ല. കഴിഞ്ഞ 22 വർഷമായി വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച CV ഇത്തവണ മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തില്ലെങ്കിലും CV-യുടെ അനുഗ്രഹം വാങ്ങാൻ വീട്ടിലെത്തുന്നവർ ഏറെയാണ്. 22 വർഷമായി വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യം വഹിച്ചിരുന്ന CV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഈ വർഷം അംഗത്തിനിറങ്ങുന്നില്ല. 1988 മുതൽ നാദാപുരം പഞ്ചായത്തിൽ മെമ്പറായി പ്രവർത്തിച്ച CV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നാട്ടുകാർക്കിടയിൽ CV എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുമ്മങ്കോട് ഈസ്റ്റ് LP സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപകനായി കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം വിരമിച്ചത്. ഭരണസാരഥ്യത്തിലില്ലെങ്കിലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. 1988 മുതലാണ് ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി വൈസ് പ്രസിഡന്റായി ആദ്യമായിട്ട് വരുന്നത്. അന്നത്തെ പഞ്ചായത്ത് ഭരണം എന്ന് പറഞ്ഞാൽ നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ 11 മെമ്പർമാരാണ് ആകെ ഉണ്ടായിരുന്നത് ഭരണസമിതി. അന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രവർത്തന മേഖലയൊന്നും ഉണ്ടായിരുന്നു. കാരണം സാമ്പത്തികം തന്നെ. പഞ്ചായത്തുകൾക്ക് അന്നുണ്ടായിരുന്ന വരുമാനം എന്ന് പറയുന്നത് നികുതി ആണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇപ്പോൾ കെട്ടിട നികുതി, അതുപോലെ ലൈസൻസ് ഫീസ്, അതുപോലെ തൊഴിൽ നികുതികൾ, നാമമാത്രമായ വരുമാനമാണ് പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നാദാപുരം പോലെയുള്ള സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തുകളിൽ നല്ല വരുമാനമുണ്ട്. അത് കെട്ടിട നികുതി ഇനത്തിലായാലും തൊഴിൽ നികുതി ഇനത്തിലായാലും ലൈസൻസ് ഫീ ഇനത്തിലായാലും ഉണ്ടാകുന്ന വലിയ വരുമാനം. ആ വരുമാനത്തോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വലിയ സഹായങ്ങൾ, അതുപോലെ മറ്റ് സർക്കാർ ഏജൻസിയിൽ കിട്ടുന്ന ഫണ്ടുകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നാദാപുരം പോലെയുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് സാധിക്കും. ഇനിയൊരു കൗതുക വാർത്തയാണ്. കൈവേലിക്കടുത്ത മുള്ളമ്പത്ത് തൈവച്ചപറമ്പത്ത് സുരേഷിന്റെ വീട്ടുവളപ്പിൽ തേങ്ങ മുളച്ചപ്പോൾ അത് ജനങ്ങൾക്കൊരു അത്ഭുത കാഴ്ചയായി മാറി. ഈ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ പണിയുണ്ടായിരുന്നു.
പണി എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ പൈപ്പിൻ്റെ ലൈൻ ഇടുന്ന പ്ലംബിങ്ങിൻ്റെ പണി എടുക്കുന്നതിനിടയിൽ അതിനിടയിലാണ് ഈ സാധനം കണ്ടത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തേങ്ങയാ, ഒക്കെ പൊടിപ്പുമൊക്കെ തേങ്ങേൻ്റെ അല്ല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് രംഗം സജീവം, സ്ഥാനാർത്ഥികൾ പര്യടന രംഗത്ത്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സ്ഥാനാർത്ഥികൾക്ക് അനുഗ്രഹവുമായി നാദാപുരത്തിന്റെ സ്വന്തം CV. സ്റ്റാർ വിഷൻ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്കും പുനഃസംപ്രേഷണം രാവിലെ 8 മണിക്കും 10 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും. സ്റ്റാർ വിഷൻ വാർത്തകൾ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ അഡ്രസ് starvisiontv.online.com. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.